നമസ്കാരം. കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. ഈ 14 ജില്ലയിൽ 100% മോശമായിട്ടുള്ള ഏതെങ്കിലും ജില്ലയുണ്ടോ? ഇല്ല. 100% നല്ലതായിട്ടുള്ള ഏതെങ്കിലും ജില്ലയുണ്ടോ? ഇല്ല. താഴെയുള്ള തിരുവനന്തപുരം മുതൽ മുകളിലുള്ള കാസർഗോഡ് വരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, ബഹളങ്ങൾ നടക്കാറുണ്ട്, തർക്കങ്ങളും വലിയ വലിയ ഇഷ്യൂസ് വരെ ഉണ്ടാകാറുണ്ട്. ക്രമസമാധാനം തകരുന്ന രീതിയിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മതപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് വിചാരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ജില്ലയിലുള്ള ആൾക്കാരെ മൊത്തത്തിൽ മോശക്കാരായിട്ട് ചിത്രീകരിക്കാറുണ്ടോ? ഇല്ല. കാരണം എന്താണ്? എല്ലാ ജില്ലയിലും നല്ലവരായിട്ടുള്ള ജനങ്ങളും ഉണ്ട്, മോശക്കാരായിട്ടുള്ള ജനങ്ങളും ഉണ്ട്. അപ്പം മോശക്കാരായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ കുറ്റപ്പെടുത്താറുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ മാത്രം അഡ്രസ്സ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിൽ ഒരു സംഭവം നടന്നു. വലിയ വിവാദമായ സംഭവമാണ്. ആ സംഭവം ഉണ്ടായി എന്ന് വിചാരിച്ച് നമ്മൾ തിരുവനന്തപുരത്തുകാരെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താറുണ്ടോ? ഇല്ല. തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ മൊത്തം കേരളത്തിന് അപമാനമാണ്, അവർ നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ നാടിന് തന്നെ ആപത്താണ് എന്നൊന്നും നമ്മൾ പറയാറില്ല. ആ വെഞ്ഞാറമൂട്ട് നടന്ന സംഭവം മാത്രമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാറുള്ളതും സംസാരിക്കാറുള്ളതും. എന്നാൽ കേരളത്തിലുള്ള ഒരു പർട്ടിക്കുലർ ജില്ലയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചില രാഷ്ട്രീയ നേതാക്കന്മാര് കുറ്റപ്പെടുത്താറുണ്ട്. ആ ജില്ലയിലുള്ള ആൾക്കാർ മൊത്തത്തിൽ പ്രശ്നമാണ്, ആ ജില്ലക്കാർ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ കേരളത്തിന് മൊത്തത്തിൽ എന്തോ വലിയ ആപത്ത് വരാനിരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ജില്ലയെ മാത്രം കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താറുണ്ട്. ഏത് ജില്ലയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. മലപ്പുറം ജില്ല. കുറച്ചു ദിവസം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവാദമായി. ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന്റെ വാല് പിടിച്ച് വേറൊരു നേതാവ് വന്നിട്ടുണ്ട്. ആ നേതാവും ഇതേപോലെ മലപ്പുറം ജില്ലയെ മൊത്തത്തിൽ അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ്. ആ നേതാവ് പറഞ്ഞത് എന്താന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ്. നമ്മളിപ്പോൾ ശബരിമല വ്രത നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല. പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും, ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം, ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല. നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല. വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ. ഒരു വീട്ടിൽ ഒരു സ്ത്രീ 5 പ്രസവം വീട്ടിൽ നടത്തി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെയല്ല, അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള അതിൻ്റെ പിന്നിൽ ആൾക്കാരുണ്ട്. അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത്, വാക്സിനേഷൻ പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ്? അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഈ പറഞ്ഞ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് വന്നു. ആ കമന്റാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഈ കമന്റ് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇവരൊക്കെ എന്തുദ്ദേശിച്ചാണ്? ഇവർക്കൊന്നും ബുദ്ധിയില്ലേ? തലച്ചോറിന് പകരം ചകിരിച്ചോറാണോ? സ്വയം കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കാണ്. മനഃപൂർവ്വം ഒരു ജില്ലക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യാണ്. ഇപ്പൊ മലപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ മാത്രം അഡ്രസ് ചെയ്താൽ പോരെ? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയം വന്നു, ആ വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതിന് പകരം ഇവരെന്താണ് ചെയ്യുന്നത്? മലപ്പുറത്തുള്ള ജനങ്ങൾ മൊത്തത്തിൽ മോശക്കാരാണ് എന്ന് ചിത്രീകരിച്ച് ആ ജില്ലയെ മൊത്തത്തിൽ അങ്ങ് ഒറ്റപ്പെടുത്തുകയാണ്. അവിടെ എന്തോ അന്താരാഷ്ട്ര കാര്യങ്ങൾ നടക്കുന്നു, മറ്റു ജില്ലയിൽ നടക്കാത്ത വേറെന്തൊക്കെയോ മലപ്പുറം ജില്ലയിൽ നടക്കുന്നു. എന്താണ് മലപ്പുറം ജില്ലയിൽ ഇതിന് മാത്രം നടക്കുന്നത്? അവിടെ കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ആയതുകൊണ്ടാണ് ഇവരൊക്കെ മനഃപൂർവ്വം ആ ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നത്. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കുന്നില്ല. മറ്റ് ജില്ലകളിൽ നടക്കുന്നത് പോലൊക്കെ തന്നെ ഉള്ളൂ മലപ്പുറത്തും നടക്കുന്നത്. മറ്റ് ജില്ലകളെല്ലാം അങ്ങ് 100% പെർഫെക്റ്റ് ആണോ? മറ്റ് ജില്ലകളിൽ ഒന്നും ഒരു പ്രശ്നവും നടക്കുന്നില്ലേ? എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. ആ സമയത്ത് ആ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും മലപ്പുറത്ത് മാത്രം എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലക്കാർ മൊത്തത്തിൽ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുകയാണ്. ഇവിടെ ഇദ്ദേഹം നടത്തിയ ആ കമ്പാരിസൺ തന്നെ പൊട്ടത്തരമാണ്. ശബരിമലയിൽ പോകാൻ മാലയിട്ട് വ്രതം നോക്കുന്ന സ്വാമിമാര്, ആ സ്വാമിമാരുടെ വ്രതവും മുസ്ലിങ്ങൾ നോമ്പ് കാലത്ത് നോക്കുന്ന നൊയമ്പും തമ്മിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അതിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല.
ശബരിമലയിൽ പോകാൻ സ്വാമിമാര് വ്രതം നോക്കുന്നു എന്ന് വിചാരിച്ച് ആരുടെയും കച്ചവടം ഒന്നും മുടങ്ങില്ല. കൂടുതൽ വെജിറ്റേറിയൻ ഭക്ഷണശാലകൾ ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സ്വാമിമാര് കൂടുതലും വരുന്ന സ്ഥലങ്ങളിൽ വെജിറ്റേറിയൻ ഫുഡ് സ്റ്റാളുകൾ കൂടുതലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അതുകൊണ്ട് ആരുടെയും കച്ചവടം ഒന്നും മുടങ്ങുന്നില്ല. പക്ഷെ നോമ്പ് കാലത്ത് എന്താണ്? നോമ്പ് കാലത്ത് പകൽ സമയങ്ങളിൽ മുസ്ലിങ്ങൾ ആരും തന്നെ ഭക്ഷണം കഴിക്കാറില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ കൂടുതൽ കടകൾ തുറക്കില്ല. മലപ്പുറം ജില്ലയിൽ കൂടുതൽ മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുടെ കടകളൊന്നും കൂടുതലായിട്ട് തുറന്ന് പ്രവർത്തിക്കില്ല. എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് കച്ചവടമാണ്. കച്ചവടം കുറയുമ്പോൾ നഷ്ടത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കട നടത്തുവോ? ഇല്ല. ഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികളുടെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. ഈവൻ മുസ്ലിങ്ങൾ നടത്തുന്ന ചില കടകളും അവിടെ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. ഇതൊക്കെ ഒരു ലോജിക്കാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ പോയി അവിടെ പോയി കട നടത്തട്ടെ. അവിടെ നോമ്പ് സമയത്ത് ആരും കട നടത്താൻ പാടില്ല എന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ അവിടെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ കച്ചവടം കുറയും എന്നുള്ളത് കൊണ്ടാണ് അവിടെ കടകൾ അടച്ചിടാറുള്ളത്. അല്ലാതെ ആരുടെയും വെള്ളം കൂടി മുട്ടിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ട് അവിടെ ആരും കടകൾ അടച്ചിടാറില്ല. ഒരു സ്ഥലത്ത് കൂടുതലായിട്ടുള്ള ആൾക്കാർ ആരാണോ അവർക്കനുസരിച്ചിട്ടായിരിക്കുമല്ലോ അവിടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഈ വീഡിയോയുടെ ഒക്കെ അടിയിൽ ധാരാളം ജനങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ട്. മലപ്പുറത്തുകാരായിട്ടുള്ള ജനങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്നു അവിടെ കടകളുണ്ട്, കടകൾ തുറന്നു പ്രവർത്തിക്കാറുണ്ട്. പിന്നെ ഇവർക്കൊക്കെ എന്താണ് വിഷയം? പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കൂടുതലും വീട്ടിലെ പ്രസവങ്ങൾ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മുസ്ലിം സ്ത്രീകളുടെ ഇടയിലാണ് ആ ഒരു പ്രതിഭാസം കൂടുതലും കണ്ടുവരുന്നത്. അത് സത്യമാണ്. കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ആരോഗ്യ വകുപ്പ് അവരുടെ ആ ഒരു റിസർച്ച് റിപ്പോർട്ട് റിലീസ് ചെയ്തു. അതിനകത്ത് അവർ പറയുന്നു 2019 മുതൽ 2024 വരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രസവം നടന്നത് മലപ്പുറം ജില്ലയിലാണ്. അത് മുസ്ലിം സ്ത്രീകളുടെ ഇടയിലാണ്. 90% മുസ്ലിം സ്ത്രീകളുടെ ഇടയിലാണ്. 1337 വീട്ടിലെ പ്രസവങ്ങളാണ് ഈ ഒരു കാലയളവിനിടയിൽ അവിടെ നടന്നത്. അത് തെറ്റാണ്. അതൊരു തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. അറിവില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് മാത്രം അഡ്രസ്സ് ചെയ്യുക. ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനാദ്യം പ്രവർത്തിക്കേണ്ടത് ആരാണ്? ആരോഗ്യ വകുപ്പാണ്. ആരോഗ്യ വകുപ്പ് എല്ലാവർക്കും ബോധവൽക്കരണം കൊടുക്കുക. അങ്ങനെ ഒരു ചെറിയ സംഭവം നടന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ എല്ലാ ജില്ലകളിലും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്ത് അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്നല്ലേ ആദ്യം നോക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ആ ജില്ലക്കാരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ ഇതിനൊരു മറുപടി വന്നിട്ടുണ്ട്. മലപ്പുറത്തുള്ള ഒരു നേതാവിന്റെ മറുപടിയാണ്. ആ മറുപടി ഞാൻ കേൾപ്പിച്ചു തരാം. എക്സാക്ട് ആൻസർ ആണ്. ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ആ മറുപടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. നോമ്പ് കാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് സുരേന്ദ്രൻ പുറത്തുവിട്ടെ. ഇപ്പോൾ നോമ്പുകാലമായ തുറക്കുന്ന ഹോട്ടലുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടാണ് അതിനെ സോഷ്യൽ മീഡിയ പ്രതിരോധിക്കുന്നത്. ഇത് ഓരോ നോമ്പുകാലത്തും ഇങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതി. ഇത് അറിയാത്തതുകൊണ്ടല്ല. പിന്നെ ചില ഹോട്ടലുകൾ നോമ്പുകാലത്ത് തുറക്കില്ല. എന്താ കാരണം? ഇത് ബിസിനസ്സാണല്ലോ. ഇത് കച്ചവടത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്താണ്? ലാഭമാണ്. മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം ആളുകൾ നോമ്പ് എടുക്കുന്ന ആളുകളായതുകൊണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആളുകൾ കുറവായിരിക്കും. ഈ ബംഗാളികളും അതുപോലെ തന്നെ ബീഹാറിലൊക്കെ ഉള്ള ആളുകൾ ഈ കച്ചവടം കുറവാകുന്ന നോമ്പ് കാലത്താണ് ലീവ് എടുത്ത് നാട്ടിൽ പോവുക. അപ്പോൾ കച്ചവടം കുറവായതിന് നോമ്പ് കാലത്ത് കച്ചവടം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് മുതലാളി കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ കെ സുരേന്ദ്രൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ ബി.ജെ. പിക്കാരൊക്കെ നോമ്പ് കാലമായ മലപ്പുറം ജില്ലയിലേക്ക് പോയിട്ട് അവിടുത്തെ ഹോട്ടലിലൊക്കെ കച്ചവടം കൂട്ടാൻ പറയണം. അപ്പോൾ കച്ചവടം കൂടുതലായാൽ സ്വാഭാവികമായും ആളുകൾ ലാഭം ആഗ്രഹിക്കുന്നവർ തുറക്കും. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം. ഇനിയിപ്പോൾ സുരേന്ദ്രൻ വേണമെങ്കിൽ അടുത്ത നോമ്പിന് രാമനാട്ടുകര മുതൽ എടപ്പാട് വരെ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു യാത്ര നടത്താൻ തയ്യാറാണെങ്കിൽ, ഇത് പരിശോധിക്കാൻ സുരേന്ദ്രൻ തയ്യാറാണെങ്കിൽ അത് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മറുപടി. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരോടും കട തുറന്ന് പ്രവർത്തിപ്പിക്കരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവിടെ കൂടുതലും മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ ആ സമയത്ത് കച്ചവടം കുറയും എന്നുള്ളത് കൊണ്ട് കച്ചവടക്കാർ പലരും കടകൾ തുറക്കാറില്ല. അതാണ് സത്യം. എന്ന് വെച്ച് അവിടെ ആരും വെള്ളം കിട്ടാതെ വലയൊന്നുമല്ല. ആ സമയത്ത് ചെല്ലുമ്പോൾ ചിലർക്ക് കടകൾ തുറക്കാത്തത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടായിരിക്കാം. എന്ന് വെച്ചിങ്ങനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയാണോ? അല്ല.
അപ്പൊ നേതാക്കന്മാര് അവരുടെ രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ജില്ലക്കാരെ മാത്രം അടച്ചാക്ഷേപിക്കുകയും അവരെ വലിച്ചിഴക്കുകയും ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. അതിനോട് അംഗീകരിക്കാൻ പറ്റത്തില്ല.